ഹരിയാന NITയിൽ വീണ്ടും ആത്മഹത്യ. രണ്ടാഴ്ചക്കിടെയുള്ള മൂന്നാമത്തെ മരണമാണ്. ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധമാണ്. ആത്മഹത്യക്ക് കാരണം മാനസിക സമ്മർദ്ദമെന്നാണ് ആരോപണം. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, രണ്ടാഴ്ചക്കിടെ മൂന്നാമത്തെ മരണം എന്ന് പറയുമ്പോൾ സ്ഥിതി ഗുരുതരമാണല്ലോ. എന്താണ് ശരിക്കും ക്യാമ്പസിലെ പ്രശ്നങ്ങൾ? ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണോ? കീർത്തന, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഹരിയാനയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കുരുക്ഷേത്ര ക്യാമ്പസിലാണ് വിദ്യാർത്ഥിനികൾ ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി രാത്രിയിലും എത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിന് മുന്നിലാണ് കർഫ്യൂ ലംഘിച്ചും പ്രതിഷേധം തുടരുന്നത്. രണ്ടാഴ്ചക്കിടെ മൂന്നാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് ഒരാത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇതിനകത്ത് കേവലം പഠന സമ്മർദ്ദം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ മരണത്തിൽ അധികൃതർ സ്വീകരിച്ച നിസ്സംഗ നിലപാടിനെതിരെയാണ് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്തത്. പലതരത്തിലുള്ള കാര്യങ്ങളും അത് കൃത്യമായി അല്ല അവിടെ നടക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് NIT. അവിടെയാണ് വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. മാനസികാരോഗ്യ സംരക്ഷണത്തിന് കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നില്ല. ഭരണപരമായ വീഴ്ചകളാണ് അവിടെ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഉന്നതതല അന്വേഷണം അടക്കം വേണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൃത്യമായ വിഷയത്തിൽ ഇടപെടണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തിരിക്കുന്നത്. ഈ രണ്ടാഴ്ചക്കിടെ ഇപ്പോൾ മൂന്നാമത്തെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ മരണം ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത്. കടുത്ത മാനസിക സമ്മർദ്ദം അത് മെന്റർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഹോസ്റ്റൽ വാർഡന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് തുടർന്നാൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഈ മരണം റിപ്പോർട്ട് ചെയ്തിട്ടും അതിനകത്ത് ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറാകുന്നില്ല. എന്താണ് കുട്ടികൾക്ക് സംഭവിച്ചതെന്ന് പോലും ചോദിക്കുവാനോ പറയുവാനോ ആളില്ലാത്ത അവസ്ഥയാണെന്നൊക്കെ അടക്കമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി 8:30 ഈ പ്രതിഷേധം ആരംഭിച്ചത്. അവിടെ ഡയറക്ടർ എത്തിയതിനു ശേഷം വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ വഴങ്ങിയില്ല. വിദ്യാർത്ഥികൾ തിരിച്ചു കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഒന്നിനും മറുപടി ഇല്ലാതെ ഇപ്പോൾ ഹരിയാന NITയിലെ വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഇപ്പോഴവിടെ പ്രതിഷേധം തുടരുകയാണോ? ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? തുടർച്ചയുള്ള ആത്മഹത്യക്ക് എന്താണ് കാരണം? ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1000-ഓളം സ്റ്റുഡൻസ് ഉള്ള പ്രതിഷേധം ഇപ്പം NITയുടെ മെയിൻ ഗേറ്റിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്യാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ അക്കാദമിക് പ്രഷറും ഇവിടെ സോഷ്യൽ ആക്ടിവിറ്റീസോ ഇവന്റ്സോ ഒരു പരിപാടികളില്ല. ആകെ പഠനം എന്നുള്ള രീതിയിൽ കുട്ടികളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഗേൾ വിദ്യാർത്ഥിനികൾ വളരെ ഒപ്രഷൻ നേരിടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 8:30 പെൺകുട്ടികൾക്ക് അകത്ത് കയറണം എന്നുള്ളൊരു ടൈം കൊടുത്തിന്. അതിനുശേഷം കർഫ്യൂ ആണ്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫൈൻ ഉണ്ട് അവർക്ക് 500 രൂപ ഒരു ദിവസം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊരു ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ആണെങ്കിലും ഇഷ്ടംപോലെ സ്റ്റാഫ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും ഇവിടെ 8:30 പെൺകുട്ടികളെ പുറത്തിറക്കുന്നില്ല ഇത്രയും ലൈറ്റുള്ള സ്ഥലത്ത്. അപ്പം പുറത്തുള്ള സൊസൈറ്റിയിൽ നമ്മൾ വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത്രയും കൺട്രോൾഡ് സൊസൈറ്റിയിൽ പോലും വിദ്യാർത്ഥിനികളെ പുറത്തുവിടുന്നില്ല. അവർക്ക് ലൈബ്രറി ആക്സസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഇവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. അതായത് ഈ രണ്ടാഴ്ചക്കിടെ 3 മരണം എന്നുള്ളത് ഈ മൂന്നും ഇത്തരത്തിലൊരു സമ്മർദ്ദം തന്നെയായിരുന്നു എന്ന് തന്നെയാണല്ലേ? ഇതില് ഇപ്പം ഇന്ന് രാവിലെ നടന്നതിലാണ് കൂടുതൽ അക്കാഡമിക് പ്രഷർ കൊണ്ടെന്ന് പറയുന്നത്. അതിന് മുന്നേ നടന്ന രണ്ടതും ഇൻവെസ്റ്റിഗേഷൻ ക്ലിയർ ആയിട്ട് നടത്താണ്ട് കോളേജ് ഓൺലൈൻ ഗാംബ്ലിംഗ് ആണ് ഇതിന് കാരണം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചാണ്. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, പോലീസ് ചെയ്തോളും. അപ്പം പോലീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഓൺലൈൻ ഗാംബ്ലിംഗ് കൊണ്ട് കടയുണ്ടായിട്ട് മരണപ്പെട്ടതാണ്. പക്ഷേ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ ആരും തരുന്നില്ല, ആരും ഇത് സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ അധികൃതർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണല്ലോ. പ്രതിഷേധം തുടരുകൊണ്ടാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് ഓൾറെഡി സസ്പെൻഡഡ് ആണ് കറപ്ഷൻ കൊണ്ട്. അതുകൊണ്ട് ഇൻചാർജ് ഡയറക്ടർ വന്ന് വിദ്യാർത്ഥികളോട് സംസാരിച്ചതിന് പക്ഷേങ്കിൽ അവർ ക്ലിയർ ആയിട്ട് അഡ്രസ് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് മീഡിയ PR വർക്ക് പോലെ പ്രസിന്റെ മുന്നിൽ ഷോ കാണിക്കുന്നത് പോലെ മാത്രം സംസാരിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. മുൻപ് ഈ വിഷയം ഉണ്ടായപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലല്ലോ, മൂന്നാമത്തെ ആത്മഹത്യയാണ്. അത് രണ്ടാഴ്ചക്കിടെ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ മുൻപ് ഈ വിഷയം നിങ്ങളുടെ കോളേജ് അധികൃതരോട് സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു സഹവിദ്യാർത്ഥിനിക്ക് കൊടുക്കാം കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട്. ഹലോ, ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ലല്ലോ, രണ്ടാഴ്ചക്കിടെ ഉണ്ടാവുന്ന മൂന്നാമത്തെ മരണം എന്ന് പറയുമ്പോൾ സ്ഥിതി വളരെ ഗുരുതരമാണ്. അപ്പോൾ മുൻപ് ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ ആത്മഹത്യ സംഭവിച്ചതിനു ശേഷം നിങ്ങൾ കോളേജ് അധികൃതരുമായി ഇത് സംസാരിച്ചില്ലേ? ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടില്ലേ?
ഇത് ഇന്നത്തെ കേസ് ഇന്ന് പകൽ സമയം 2 മണിക്കാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് കുട്ടികൾ പലരും അറിഞ്ഞിട്ടുള്ളത്. മറ്റു സംഭവങ്ങളെല്ലാം മിക്കവാറും പുലർച്ചെ നടന്നത് കാരണം ഇത് വളരെ സൈലന്റ് ആയിട്ടാണ് ഇവിടെ എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഈ വർഷം 2026 തുടങ്ങിയ ശേഷം ഇത് ഇവിടെ നടക്കുന്ന 5-ാമത്തെയോ 6-ാമത്തെയോ മരണമാണ്. അതും ഏപ്രിൽ 16 ആയിട്ടേ ഉള്ളൂ, ഒരു മാസത്തിന് പകുതി ആയിട്ടേ ഉള്ളൂ. അതിലും 3-ാമത്തെ മരണമാണ് ഈ നടക്കുന്നത്. ഇത് വലിയ സമ്മർദ്ദം എന്നുള്ളതാണോ? എന്താണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്? ഇപ്പൊ പ്രൊട്ടസ്റ്റിന്റെ തുടക്കത്തിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രൊഫസർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ ആത്മഹത്യക്ക് ഇത്ര അറ്റൻഷൻ കൊടുക്കുന്നത്, ഇനി എന്തോരം വരാൻ കിടക്കുന്നു എന്നുള്ളതാണ് ഒരു ക്ലാസ്സിൽ ഒരു പ്രൊഫസർ പറഞ്ഞത്. വേറൊരു പ്രൊഫസർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ക്യാമ്പസിനകത്ത് അത് ചെയ്യുന്നത്? ഇവിടെ ഒരു ബ്രഹ്മസരോവർ എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എങ്ങാണ്ട് പോയി ചാടിയാ പോരെ എന്നാണ് പ്രൊഫസർ ചോദിച്ചത്. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റുഡൻസ്. അധ്യാപകർ ഇവര് നിലവിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 15 ബിടെക് സ്റ്റുഡൻസിനെ ഒരു മെന്ററിന്റെ കീഴിലാക്കുക എന്നുള്ളതാണ്. ഈ മെന്റർ എന്ന് പറയുന്നത് ഇതേ ഫാക്കൽറ്റീസ് തന്നെയാണ്. അപ്പൊ ഈ അപ്രോച്ചബിൾ അല്ലാത്ത ഫാക്കൽറ്റീസിന്റെ അടുത്ത് സംസാരിച്ചുകൂടെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതായത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു കുട്ടികളെ എന്നുള്ളത്. അതെ 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 അതായത് ഇപ്പം ഈ മെന്റേഴ്സിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം ആൾക്കാർ തന്നെയാണ് ഇവർ മെന്റേഴ്സ് ആക്കുന്നത്. അപ്പൊ പുഷിംഗ് ടുവേർഡ്സ് സൂയിസൈഡ്. അധ്യാപകർക്കെതിരെ നിങ്ങൾ പരാതി നൽകിയില്ലേ ഇതുവരെ? അപ്പോൾ ഇത് ഇന്നാണ് ഞങ്ങൾ ഇവിടുന്ന് ഗ്യാദർ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ഇന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കുട്ടികളൊന്നും സംസാരിക്കുകയോ ഷൗട്ട് ചെയ്യുകയോ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു ചർച്ചയോ ഒന്നും ഇവിടെ നടക്കാറില്ല. ഇവിടെ കുട്ടികളെല്ലാവരും ഇവിടെ ഞാനിവിടെ 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷത്തിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ വന്ന ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഗ്യാദറിംഗ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ഈ പ്രതിഷേധം ഇന്നിപ്പോൾ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 8:30 തുടങ്ങിയതാണ്. അതിനുശേഷം അധികൃതർ നിങ്ങളോട് സംസാരിച്ചിരുന്നോ ഈ പ്രതിഷേധം തുടങ്ങിയ ശേഷം? അധികൃതർ വന്ന് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യമായ ഒന്നും അഡ്രസ് ചെയ്തിട്ടില്ല. നാളെ രാവിലെ 11 മണിക്ക് ക്യാബിനിലേക്ക് വരും, എന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങളുടെ തീരുമാനം എന്താണ് ഇക്കാര്യത്തിൽ? അതായത് ഇനി നാളെ ചർച്ചയ്ക്ക് പോകാം എന്നുള്ളത് തന്നെയാണോ? നാളെ ചർച്ചയ്ക്ക് ക്യാബിനിലേക്ക് വിളിക്കാന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് കുട്ടികളെ ടാർഗറ്റ് ചെയ്യാനുള്ളതാണ്. അതിപ്പം ഈ പ്രൊട്ടസ്റ്റ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 ഗേൾസ് ആണ്. അത് ഇന്ന് മരിച്ച വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2 ഗേൾസ് ആണ്. അപ്പം അവര് ഞങ്ങളുടെ അടുത്ത് കൈ കൂപ്പി മൈക്കിലൂടെ പറഞ്ഞു ഞങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ക്യാബിനിലേക്ക് പേഴ്സണലി പോയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളിപ്പം മറ്റ് അധികൃതരെ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പൊ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ പ്രതിഷേധം ലീഡ് ചെയ്താൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നടപടി ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു ഭയമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും ഭയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പ്രൊട്ടസ്റ്റ് ഇവിടെ നടന്ന സമയത്ത് 600ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. കൺഫർമേഷൻ അല്ല, അറിയാൻ പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ വരുന്നതിനൊക്കെ ഒരുപാട് വർഷം മുമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഇവിടെ ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രൊട്ടസ്റ്റും നടക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ അക്കാഡമിക്സിലെ സമ്മർദ്ദം മൂലമാണോ ഇപ്പോൾ ഈ മരണങ്ങൾ സംഭവിക്കുന്നത്? ഇപ്പോൾ നേരത്തെ മുൻപ് സംസാരിച്ച വിദ്യാർത്ഥി പറഞ്ഞിരുന്നു, ഓൺലൈൻ ഗാംബ്ലിംഗ് എന്ന പറഞ്ഞ പേരിൽ അവരെ ആ ഒരു രീതിയിലേക്ക് ആ കേസ് അങ്ങ് മാറ്റി എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നേരത്തെ മുൻപ് സംസാരിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഒരു ആത്മഹത്യ നടക്കുമ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത് ഒരു റീസൺ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. അതിപ്പോ ഗാംബ്ലിംഗ് എന്ന് പറയുന്നു, അത് കേസ് ക്ലോസ് ചെയ്യുന്നു. അരിയേഴ്സ് വന്നതുകൊണ്ടാന്ന് പറയുന്നു, കേസ് ക്ലോസ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറയുന്നു, കേസ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയല്ല വേണ്ടത്. കാരണങ്ങൾ പലതാണ് കുട്ടികൾക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ സൂയിസൈഡ് തെരഞ്ഞെടുക്കുന്നത്? അതിന് മുന്നേ എന്തോരം സൊല്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടേക്ക് പോവാത്തത്? അത് അപ്രോച്ചബിൾ അല്ല, ഫാക്കൽറ്റീസ് അപ്രോച്ചബിൾ അല്ല. അതിനുള്ളൊരു അസോസിയേഷൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു ബെഞ്ച് ഇവിടെ ഇല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്. ഇതിപ്പോ 3ാമത്തെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ ഒരു കൂട്ടായി ഇപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 മരണങ്ങൾ, ഇപ്പോൾ അതിന് മുൻപ് ഇപ്പൊ 2 ആഴ്ചക്കിടെയുള്ള 3 മരണം എന്നുള്ളതാണ്. അതിൽ ഈ പാരന്റ്സ് ഇടപെട്ടിട്ടുണ്ടോ? ഇവർ കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ആവർത്തിക്കൂ, കേട്ടില്ല. പാരന്റ്സ് NIT അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നോ ആരുടെയെങ്കിലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പരാതിയൊക്കെ ഉന്നയിച്ചു? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സുതാര്യമായിട്ട് നടക്കുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പകൽ സമയത്ത് ഈ സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങൾക്ക്
സംസാരിക്കാൻ പറ്റുന്നത്. മുന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് മരിച്ചിട്ടുള്ള കുട്ടികളുടെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതല്ലാണ്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ശരി, എന്തായാലും ഇന്നിപ്പോ പ്രതിഷേധം തുടരാൻ തന്നെയാണോ? നാളെ വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണോ ഈ ഒരു ചർച്ച വരെ? നിലവിൽ അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം യാതൊരു തരത്തിലും ഇത് അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. ശരി, ഓക്കെ, നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. താങ്ക് യു. ഹരിയാന NIT വിദ്യാർത്ഥിയാണ് നമ്മളോട് പ്രതികരിച്ചത്. 2 ആഴ്ചക്കിടെ നടക്കുന്ന 3ാമത്തെ മരണമാണിത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ള ആവശ്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രതിഷേധം. നാളെ വരെ പ്രതിഷേധം തുടരും. നാളെ ചർച്ചയ്ക്ക് കോളേജ് അധികൃതർ ഇവരെ വിളിച്ചിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ളത് നാളെ അറിയാം. ഒപ്പം YS അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.